അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 17 ബുധനാഴ്ച. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF പ്രചരിപ്പിച്ച പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി പാട്ടിൽ അന്വേഷണത്തിനായി സൈബർ ഓപ്പറേഷൻ വിങ്ങിനെ നിയോഗിച്ചു. ADGP H. വെങ്കിടേഷ് പരാതി സൈബർ ഓപ്പറേഷൻ വിങ്ങിന് കൈമാറി. അയ്യപ്പ ഭക്തിഗാനത്തെ രൂപം മാറ്റി പാരഡി ഗാനമാക്കിയതിനെതിരെ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് DGPക്ക് പരാതി നൽകിയത്. പരാതിയിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADGP H. വെങ്കിടേഷിന് പോലീസ് മേധാവി പരാതി കൈമാറി. കുറ്റകൃത്യത്തെ അപലപിക്കുന്ന ഗാനം കുറ്റകരമല്ലെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. കുറ്റകൃത്യത്തെയും കുറ്റവാളികളെയും ഏതെങ്കിലും ഗാനത്തിന്റെ രാഗത്തിലോ സ്വരത്തിലോ താളത്തിലോ ആലപിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമല്ല. പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിന്റെ പേരിൽ കേസെടുക്കുന്നത് രാഷ്ട്രീയ ദുരുദ്ദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് നൽകാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വെല്ലുവിളിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ VD സതീശൻ ആരോപണങ്ങൾ ഉയർത്തിയത്. സ്വർണ്ണപ്പാളെ പുറത്തുകൊണ്ടുവന്ന് വിറ്റെന്നും അതിന് ഒത്താശ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് സഭയ്ക്ക് അകത്തും പുറത്തും VD സതീശൻ പറഞ്ഞിരുന്നു. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെതിരായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും കടകംപള്ളിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒരു മുൻ ഉദ്യോഗസ്ഥൻ കൂടി അറസ്റ്റിൽ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് SIT അറസ്റ്റ് ചെയ്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. ഡിണ്ടിഗൽ ശബരി റെയിൽപാതയിൽ സാധ്യതാ പഠനം നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അങ്കമാലി ശബരിമല പാതയിൽ സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കിയാൽ പാത നിർമ്മാണം തുടങ്ങുമെന്ന് മന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. സഭയിലെ ചോദ്യോത്തരവേളയിലാണ് മന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അനുമതി നിഷേധിച്ച 19 15 സിനിമകളുടെ വിലക്ക് പിൻവലിച്ച് കേന്ദ്രം. 4 സിനിമകൾക്കുള്ള വിലക്ക് തുടരും. ബീഫ്, ബാറ്റൽഷിപ്പ് പൊട്ടംകിൻ, പലസ്തീൻ 36 എന്നിവ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി ലഭിച്ചു. അതേസമയം 5 സിനിമകൾക്ക് അനുമതി നിഷേധിച്ചത് വിദേശകാര്യ മന്ത്രാലയമാണെന്ന വിവരവും ഇതിനിടെ പുറത്തുവന്നു. സിനിമ നിർമ്മിച്ച രാജ്യവുമായുള്ള ബന്ധം വഷളാവുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും സമവായത്തിൽ എത്തിയ സാഹചര്യം സത്യവാങ്മൂലത്തിലൂടെ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. സാങ്കേതിക സർവകലാശാല VCയായി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VCയായി സജി ഗോപിനാഥനെയും നിയമിക്കാൻ തീരുമാനിച്ച കാര്യം കോടതിയെ ധരിപ്പിക്കും. വ്യാഴാഴ്ചയാണ് കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. KTU VCയായി സിസ തോമസ് ചുമതലയേറ്റു. ചുമതലയേറ്റതിൽ വലിയ സന്തോഷം തോന്നുന്നുവെന്നും പാഴായതിനെക്കുറിച്ച് ഓർക്കേണ്ടതില്ല എന്ന ചിന്താഗതിയാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു. ഇപ്പോൾ കിട്ടിയ സ്വീകരണത്തിൽ സന്തോഷമെന്നും സർക്കാരുമായി സഹകരിച്ചു പോകുമെന്നും തനിക്കെതിരായ ആരോപണങ്ങളിൽ വിഷമം തോന്നുന്നുവെന്നും സിസ തോമസ് പറഞ്ഞു. അപാകതകളെല്ലാം പരിഹരിച്ചു പോവുമെന്നും സിസ തോമസ് എന്ന വ്യക്തിയല്ല വലുത്, KTU എന്ന സ്ഥാപനമാണ് വലുതെന്നും അവർ കൂട്ടിച്ചേർത്തു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള വാക്പോര് തുടരുന്നു. പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയെന്ന ജോസഫ് വിഭാഗത്തിനെതിരായ ജോസ് കെ മാണിയുടെ പ്രസ്താവനയിൽ തിരിച്ചടിച്ച് മോൻസ് ജോസഫ്. പരുന്തിന്റെ മുകളിലെ കുരുവി ജോസ് കെ മാണിയും കൂട്ടരുമാണെന്ന് മോൻസ് ജോസഫ് മറുപടി നൽകി. പരുന്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണു ചതഞ്ഞരഞ്ഞു പോയവരാണ് ജോസ് കെ മാണിയും കൂട്ടരും. ജോസ് കെ മാണി ഇല്ലാതെയാണ് UDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടിയത്.
ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത് UDF നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. ജോസ് കെ മാണിയുടെ പരാമർശങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്ന് PJ ജോസഫ്. മുന്നണി വികസനം അജണ്ടയിലില്ലെന്നും അടിത്തറ നഷ്ടപ്പെട്ടവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ലെന്നും ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുക മാത്രമാണ് UDFന്റെ ലക്ഷ്യമെന്നും മുന്നണി വികസനം ആദ്യം ചർച്ച ചെയ്യേണ്ടത് UDFിലാണെന്നും ഇതുവരെ അത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച രാവിലെ നടത്തുന്നത് ക്രൈസ്തവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന നടപടിയെന്ന് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ്. തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് NCMJ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കുക. കണ്ണൂർ പിണറായിയിൽ ഇന്നലെയുണ്ടായ അപകടം ബോംബ് സ്ഫോടനമല്ലെന്നും പടക്കം പൊട്ടിയതാണെന്നും പോലീസ് FIRൽ പറയുന്നു. ബോംബ് കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് CPM പ്രവർത്തകന് പരിക്കേറ്റത്. ബോംബ് കയ്യിൽ നിന്ന് പൊട്ടി CPM പ്രവർത്തകനായ വിപിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വലുത് കൈപ്പത്തി ചിതറിയ വിപിൻ രാജിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ഓലപ്പടക്കം പൊട്ടിയെന്നാണ് CPM വിശദീകരണം. പിണറായിയിൽ CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായുണ്ടാക്കിയ പടക്കം പൊട്ടിയാണെന്ന് CPM നേതാവ് EP ജയരാജൻ. സംഭവം ബോംബ് സ്ഫോടനമാണെന്ന് വ്യാഖ്യാനിച്ച് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തർ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ നിർദ്ദേശങ്ങളുമായി പോലീസ്. മലയിറങ്ങിയ ശേഷം ദീർഘദൂര യാത്രയും വിശ്രമമില്ലാതെ വാഹനമോടിക്കുന്നതും ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുന്നതിനാലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. പ്രത്യേകം ഡ്രൈവറെ ഒപ്പം കൂട്ടുക, അല്ലെങ്കിൽ ആവശ്യമായ ഉറക്കവും വിശ്രമവും എടുത്ത് യാത്ര തുടരുക, മടക്കയാത്ര ഇടവേളകളായി വിഭജിക്കുകയും ചെയ്യുക എന്നതാണ് നിർദ്ദേശം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കൊച്ചി മേയർ സ്ഥാനത്തിനായി കോൺഗ്രസിൽ പിടിവലി. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മേയറാകുന്നത് തടയാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ നീക്കം തുടങ്ങി. പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ഭൂരിപക്ഷം നോക്കി മേയറെ തീരുമാനിക്കണമെന്ന ആവശ്യം KPCCക്ക് മുന്നിൽ ഉന്നയിക്കാനാണ് ഇവരുടെ ശ്രമം. ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു, VK മിനിമോൾ എന്നീ 3 പേരിൽ ഒരാളാവും കൊച്ചിയുടെ പുതിയ മേയർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാക്കി BDJS. BJPയുടെ നിസ്സഹകരണമാണ് BDJSന്റെ ദയനീയ പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. 23-ന് നടക്കുന്ന BDJS നേതൃയോഗത്തിൽ മുന്നണി മാറ്റമടക്കം ചർച്ചയാകും. 300ഓളം സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും 5 സീറ്റിൽ മാത്രമാണ് BDJS വിജയിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക തീവ്രവാദ സംഘടനയെന്ന് CPM നേതാവ് എളമരം കരീം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയം. അത് മറ്റു സാമുദായിക സംഘടനകൾക്ക് ഉള്ളതല്ല. RSS ഹിന്ദുത്വ വർഗീയത ഉയർത്തുന്നത് പോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി അവർ ഉയർത്തുന്ന ആശയങ്ങൾ അങ്ങേയറ്റം ആപൽക്കരമാണെന്നും എളമരം കരീം പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ പ്രതിയുടെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഇന്ന് കേസെടുത്തേക്കും. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിനാണ് സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചത്. വീഡിയോ പ്രചരിക്കുന്നതിൽ നടപടി വേണമെന്ന് അതിജീവിത മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂർ പാനൂരിൽ വടിവാൾ സംഘം അക്രമം നടത്തിയ സംഭവത്തിൽ 5 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. മൈസൂരിൽ വച്ചാണ് പ്രതികളെ പിടികൂടിയത്. സംഭവത്തിൽ 50ഓളം CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് വാഹനം തകർത്തതടക്കമുള്ള കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ബിഗ് ബോസ് താരം ബ്ലെസ്ലിയെ കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കി. പോലീസ് കസ്റ്റഡി അവസാനിച്ചതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്.
ടെലഗ്രാം വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസികളാക്കി വിദേശത്തെത്തിച്ചെന്നാണ് ബ്ലസ്ലിക്കെതിരായ കണ്ടെത്തൽ. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ ചാണകവെള്ളം തളിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി. ലീഗ് പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്നാണ് പരാതിയിലെ ആവശ്യം. SC വിഭാഗത്തിൽപ്പെട്ട തന്നെ ജാതീയമായി അധിക്ഷേപിച്ചെന്നാണ് ഉണ്ണി വേങ്ങേരി പരാതിയിൽ ആരോപിക്കുന്നത്. കൊല്ലത്ത് പോലീസുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പോലീസുകാരന് സസ്പെൻഷൻ. സിവിൽ പോലീസ് ഓഫീസർ നവാസിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്ത് വരവെയായിരുന്നു സംഭവം. നവംബർ 6-ാം തീയതി പുലർച്ചെ പാറാവ് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമമുറിയിലേക്ക് പോയ പോലീസുകാരിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ നേരിയ ഭൂചലനം. ബുധനാഴ്ച പുലർച്ചെയാണ് റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. സൗദി സമയം പുലർച്ചെ 1:11 ഭൂചലനം രേഖപ്പെടുത്തിയതെന്ന് സൗദി ജിയോളജിക്കൽ സർവേ അറിയിച്ചു. പുതുവർഷത്തെ വരവേൽക്കാൻ പടക്കം വേണ്ടെന്ന് കർണാടക. നവവത്സരാഘോഷങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി കർണാടക പോലീസ് ഉത്തരവിറക്കി. ഗോവയിലെ നിഷാക് പബ് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുൻകരുതൽ. ഇതുൾപ്പെടെ 19 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.